സംസ്ഥാനത്ത് പെയ്ത ശക്തമായ വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. കൊല്ലത്ത് കനത്ത മഴയെ തുടർന്ന് ലോറിക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞ് വീണ ഒരാൾ മരിച്ചു. വിവിധ ജില്ലകളിൽ മരം വീണ് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. തീരദേശങ്ങളിൽ വേലിയേറ്റം ശക്തമായതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം ജില്ലയിലെ മരക്കുന്നത്ത് വീടിന്റെ മേൽക്കൂര പറന്നുപോയി. മരക്കുന്നം സ്വദേശി വസന്തയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. അപകട സമയം വസന്തയും മകനും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജില്ലയിലെ തീരപ്രദേശങ്ങളായ വർക്കലയിലും പൊഴിയൂരിലും കടൽ പ്രക്ഷുബ്ധമായതോടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പൊഴിയൂർ നിരോടി തീരദേശ റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്തെ വേനൽ മഴ പെയ്ത്തിൽ പാണ്ടിക്കാട് GMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. മൂവാറ്റുപുഴയിൽ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുണ്ടായി. കൊച്ചി നഗരത്തിൽ വൺ വേ ജംഗ്ഷനിലുള്ള ടാറ്റ മോട്ടോഴ്സ് സർവീസ് സെന്ററിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. കോട്ടയത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. ഉഴവൂരിലുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ പൂവത്തുങ്കൽ സ്വദേശി ബാബുവിന് പരിക്കേറ്റു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രാമപുരം മേഖലയിൽ ശക്തമായ കാറ്റിൽ ഹൈസ്കൂളിന് മുന്നിൽ വൻമരം കടപുഴകി വീണു. പെട്ടിക്കടകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. മേഖലയിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. രാമപുരം ടൗണിൽ മാത്രം 5 മരങ്ങളാണ് റോഡിലേക്ക് കടപുഴകി വീണത്. തൃശൂരിലെ കടപ്പുറം പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിലുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ റോഡിലേക്കും കടകളിലേക്കും വെള്ളം കയറി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മഴയും ഒപ്പം ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.